40 വർഷത്തെ ഇടതുവാഴ്ച അവസാനിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമരക്കാലം 50 സീറ്റോടെ എൻഡിഎ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ജില്ലാ കമ്മിറ്റി അംഗം എസ്.എ. സുന്ദറും IP ബിനു ഉൾപ്പെടെയുള്ള CPIM പ്രമുഖർ തോറ്റമ്പി. 10 നിന്ന് 19ലേക്കുള്ള മുന്നേറ്റത്തിന്റെ ആവേശത്തിലാണ് UDF. ചരിത്രം മാറി തിരുവനന്തപുരവും. 4 പതിറ്റാണ്ടായി തിരുവനന്തപുരം നഗരത്തിൽ തുടർന്നു വന്ന ഇടതുഭരണത്തിന് വിരാമം. 51 എന്ന കേവല ഭൂരിപക്ഷത്തിന് ഒറ്റ സീറ്റ് മാത്രം കുറഞ്ഞ് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ തകർപ്പൻ 50. BJPക്ക് ശക്തമായ അടിത്തറയുള്ള നിയമത്തിനു പുറമെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും മുന്നേറിയാണ് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും കൃത്യമായ ലീഡ് നില. പിന്നാലെ VV രാജേഷും R ശ്രീലേഖയും MR ഗോപനും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ജയിച്ചു കയറി. മാറാത്തത് ഇനി മാറുന്ന ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ആത്മഹത്യ ചെയ്ത മുൻ കൗൺസിലർ അനിൽകുമാറിന്റെ വാർഡായ തിരുമലയിലും BJP സ്ഥാനാർത്ഥി ജയിച്ചു. എന്നാൽ ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യാ വിവാദം തൃക്കണ്ണാപുരം എന്ന കാവിക്കോട്ടയെ തകർത്ത് ഇടതുമുന്നണിക്ക് ജയമൊരുക്കി. അടിമുടി പതറിയത് LDFന്. 56-ൽ നിന്ന് 29ലേക്കുള്ള കൂപ്പുകുത്തലിൽ പ്രമുഖരെല്ലാം കടപുഴകി. CPIM ജില്ലാ കമ്മിറ്റി അംഗം S.A. സുന്ദർ, IP ബിനു, DYFI ജില്ലാ ട്രഷറർ VS ശ്യാമ ഉൾപ്പെടെ പരാജയം ഭുജിച്ചു. ഇടത് സിറ്റിംഗ് സീറ്റുകളിലെ UDF മുന്നേറ്റമാണ് ഇടതിന് ഇരട്ട പ്രഹരമായത്. കഴിഞ്ഞ തവണത്തെ അത്ര എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. എങ്കിലും മെച്ചപ്പെട്ട നിലയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ വിജയം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊതുവെ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇതിന് നിദാനമായിട്ടുള്ളത്. ആ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യും. ചരിത്രത്തിൽ ആദ്യമായി മുട്ടട എന്ന ഇടതുശക്തി കേന്ദ്രത്തിൽ വൈഷ്ണ സുരേഷ് വിജയക്കൊടി നാട്ടി. അനാവശ്യ വിവാദമുയർത്തി UDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ നീക്കത്തിൽ CPIMന്റെ യുവ നേതാവ് അംശു വാമദേവന് അടിപതറി. നില മെച്ചപ്പെടുത്തിയതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസും UDFും. K. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അഭിമാന നിമിഷം. കഴിഞ്ഞ തവണ വെറും 10 സീറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ 19 സീറ്റോളം വിജയിക്കാൻ കഴിഞ്ഞു. BJP തൊട്ടുകൂടാത്തവരല്ല എന്നൊരു ഫീലിംഗ് CPM പ്രവർത്തകർക്ക് ഉണ്ടായതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. നല്ല കാര്യങ്ങൾ ചെയ്താൽ, നഗരത്തിന് വികസനത്തിന് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങളതിനെ പിന്തുണയ്ക്കും. എന്നാൽ ബഡ്ജറ്റിലൊക്കെ ഞങ്ങളുടെ വാർഡുകളെ തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ എതിർത്ത് തന്നെ വോട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയം മുന്നോട്ട് വയ്ക്കുന്ന വരുംകാല രാഷ്ട്രീയ മാറ്റങ്ങൾ ചില്ലറയല്ല. 6 മാസത്തിനപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ സ്വാധീനിക്കുമെന്ന് മുന്നണികൾ വിലയിരുത്തട്ടെ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.